കെ.പി. യോഹന്നാൻ അന്തരിച്ചു. 74 വയസ്സ്. അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗോസ്പൽ ഫോർ ഏഷ്യയുടെ വിൽസ് പോയിൻറ്റിൽ, ടെക്സാസിൽ വിൽസ് പോയിൻറ്റിന് അടുത്തുള്ള 600 ഏക്കർ ക്യാമ്പസ്, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ക്യാമ്പസിൻ്റെ പുറത്തൂടെ അദ്ദേഹം രാവിലെ സവാരിക്ക് പോയപ്പോൾ കാർ ഇടിച്ചാണ് മരിച്ചത്. പെട്ടെന്ന് അയാളെ ഡയാലസിലുള്ള മെത്തഡിസ്റ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഇപ്പോൾ വൈകുന്നേരമാണ് അതിൻ്റെ വാർത്ത കൺഫേം ചെയ്യുന്നത്. അദ്ദേഹം മരിച്ചു. ഞാൻ കെ.പി. യോഹന്നാനെ അദ്ദേഹം കാലം ചെയ്തു, ഇഹലോകവാസം വെടിഞ്ഞു എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ലോകത്താരെ പറ്റി ഉപയോഗിക്കുകയില്ല. അദ്ദേഹം ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സീരിയസ് ആയിരുന്നു, അദ്ദേഹം മരിച്ചു. ഇനി മറ്റൊരു കാര്യം, കെ.പി. യോഹന്നാൻ ഏറ്റവും കൂടുതൽ കേസ് കൊടുത്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് എനിക്കെതിരെയാണ്. അത് ഡൽഹി ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ പല കോടതികളിൽ, കാക്കനാട് കോടതി കൊടുത്തു. അത് ആ കേസ് ഞാൻ സക്സസ്ഫുള്ളി ട്രയൽ നടത്തി വിജയിച്ചു. ഇരിങ്ങാലക്കുട അവിടെ ഒരു കോടതിയിൽ കൊടുത്തു. ആ കേസും ഞാൻ വിജയിച്ചു. കാഞ്ഞിരപ്പള്ളി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വിധി വരാൻ പോകുന്നു. മറ്റു പലയിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസുകളെല്ലാം ഞാൻ വിജയിക്കുന്നതിൻ്റെ കാരണം, ഇപ്പം ഇയാൾ എനിക്കെതിരെ കൊടുത്ത കേസുകളിൽ വലിയൊരു ശതമാനം കള്ളക്കേസുകളാണ്. കാരണം ഈ കെ.പി. യോഹന്നാൻ്റെ സാമ്രാജ്യം ഞാനാണ് പൊളിച്ചത് എന്നും പറഞ്ഞുകൊണ്ടാണ്. കാരണം അതിൻ്റെ പകവീട്ടലിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ഈ കേസ് കൊടുക്കുന്നത്. ഡൽഹി ഹൈക്കോടതി കേസ് കൊടുത്തേക്കുന്നത് അവിടെ 10 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസിൽ അവർ പ്രോപ്പറായിട്ട് ട്രയൽ നടത്താൻ ആളുകൾ വരുന്നുമില്ല. ഇതാണ് അവിടുത്തെ പുതിയ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. അപ്പം കെ.പി. യോഹന്നാൻ്റെ സാമ്രാജ്യത്തിൽ അകത്ത് കയറി 6 മാസം പെനട്രേറ്റ് ചെയ്ത് മുഴുവനും സംഭവങ്ങൾ പുറത്തെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലൊരു മീഡിയയെ കൊണ്ടും അത് കഴിഞ്ഞിട്ടില്ല. കാരണം അവരുടെ പരസ്യവും മേടിച്ച് ഇവരുടെ സുഹൃത്തുക്കളായിട്ട് കഴിയുകയാണ്. കാരണം ഇദ്ദേഹം എന്ത് റാക്കറ്റാണ് നടത്തിയത്, എന്തൊക്കെയായിരുന്നു കെ.പി. യോഹന്നാനുള്ള വസ്തുത, കേരളത്തിൽ ഞാനിത് പറയുമ്പോഴാണ് പലർക്കും മനസ്സിലാകുന്നത്. ഇതൊക്കെ പറയുമ്പോൾ തന്നെയും ചില കാര്യങ്ങൾ വിട്ടുപോകരുത്. ഈ മനുഷ്യൻ ഗോസ്പൽ ഫോർ ഏഷ്യ ഓപ്പറേഷൻ മൊബിലൈസേഷൻ OM അതിൽ കൂടിയാണ് ഈ സുവിശേഷ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ഗിസില എന്ന് പറയുന്ന ജർമ്മൻ ഒറിജിനായിട്ടുള്ള അമേരിക്കക്കാരി. അപ്പോൾ അവിടെ പിന്നീട് അവർ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഇയാൾ അമേരിക്കയിലോട്ട് പഠനത്തിനായിട്ട് പോകുന്നു. ഇതൊക്കെ ഈ നേരിട്ട് കെ.പി. യോഹന്നാൻ ഞാനുമായിട്ട് സംസാരിച്ചതാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പം അവിടെ വെച്ച് അവിടുത്തെ പഠനം, അവിടെ ട്രിനിറ്റി കോളേജിലുള്ള ഗോസ്പലിൻ്റെ തിയോളജി പഠനം കഴിഞ്ഞിട്ട് അവിടെ ഒരു സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ അസിസ്റ്റൻ്റ് പാസ്റ്ററായിട്ടാണ് ഇയാൾ കയറുന്നത്. അപ്പോൾ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വരുന്നു, ആത്മീയ യാത്ര തുടങ്ങുന്നു. പിന്നെ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന സംഭവം, അത് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഞാൻ അമേരിക്കയിൽ പോയി മനസ്സിലാക്കിയതാണ്. കാരണം ഇയാളുടെ പുറകെ ഞാൻ പോയി. ടെക്സാസിലും അമേരിക്കയിലും ഇയാളുടെ പുറകെ നിൽക്കുമായിരുന്നു ഞാൻ. ഏകദേശം 6-7 മാസം ഇയാളുടെ പുറകെ നടന്നിട്ടാണ് ഇയാളുടെ A to Z കാര്യങ്ങൾ ഞാൻ പൊക്കിയെടുക്കുന്നത്. കാരണം ഇയാൾക്ക് ഫണ്ട് ചെയ്യുന്ന ആരാണ്, ഏതൊക്കെ ചർച്ചകളാണ് ഇയാളുടെ പിറകിലുള്ളത്. അപ്പം അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് പിടികിട്ടിയത്, ഇയാൾ അമേരിക്കയിൽ നിന്നും വലിയൊരു ഫണ്ട് എല്ലാ മാസവും എല്ലാ വർഷവും GFA, അതുപോലെ കേരളത്തിൽ 3ഓളം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് FCR, അതിൻ്റെ അകത്ത് ഈ ഫണ്ടുകൾ ഇങ്ങനെ വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫണ്ടൊന്നുമല്ല ഇയാളുടെ, ഹ്യൂജ് ഫണ്ടാണ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഇദ്ദേഹം GFA തുടങ്ങിയപ്പോൾ അതിൻ്റെ സെമിനാരിയൊക്കെ തുടങ്ങിയപ്പോൾ വളരെ കാര്യമായിട്ടാണ്, നല്ല പോലെയാണ് ഈ കാര്യങ്ങൾ ആദ്യം ഓടിപ്പോയത്. ഇയാൾ മർത്തോമ സഭാ വിശ്വാസം, അതുവിടെ നിന്നാണ് ഇയാൾ പെൻഡക്കോസ്റ്റൽ വിശ്വാസത്തിലോട്ട് വരുന്നത്. അപ്പം അതിനുശേഷം ഈ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ പഠിച്ചിട്ടുള്ളവർ, അതും പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ലോകത്തെല്ലായിടത്തും ഈ മിനിസ്ട്രിയുമായിട്ട് നല്ലപോലെ പ്രവർത്തിക്കുന്നവർ. അപ്പോൾ ഇവരൊക്കെ ഇയാളുടെ ഇപ്പോഴത്തെ മാറ്റങ്ങളും ചരിവുകളും സാമ്പത്തികവും ഫിനാൻഷ്യൽ ഫ്രോഡും എല്ലാം കണ്ട് ഇവരും മടുത്തിട്ടാണ് പലരും ഇയാളെ വിട്ട് പോകുന്നത്. അപ്പോൾ അവസാനം അറിയാൻ കഴിഞ്ഞത് ഗോസ്പൽ ഫോർ ഏഷ്യ സെമിനാർ തിരുവല്ലയിൽ
അതിനകത്ത് ഇപ്പോൾ 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 1-2 മലയാളികളേ ഉള്ളൂ. ബാക്കിയെല്ലാം നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആൾക്കാരെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് പഠിപ്പിക്കുകയാണ്. കാരണം ഒരു മലയാളിയും ഒരു മറ്റുള്ളവരും അവിടെ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. കാരണം പ്യുവറായിട്ട് ഫിനാൻഷ്യൽ ബേസ്ഡ് സംഭവമായിട്ട് ഇതങ്ങ് മാറി. അപ്പോൾ അമേരിക്കയിലുള്ള ഈ പണം അവിടുന്ന് പണം മുഴുവനും കളക്ട് ചെയ്തിരിക്കുന്നത് ചാരിറ്റിയുമായിട്ടും ഗോസ്പലുമായിട്ട് ബന്ധപ്പെട്ട വർക്കിന് വേണ്ടിയാണ്. ഇപ്പോൾ 2013 എൻ്റെ അന്വേഷണത്തിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജിം ആൻഡ്രൂ എന്ന് പറയുന്ന ഗോസ്പൽ ഫോർ ഏഷ്യയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് വേണ്ടിയാണ് ഈ ജോലി ഞാൻ ചെയ്യുന്നത്. കാരണം അവരൊരു കേസ് കൊടുത്തു, റീകോ, റാക്കറ്റിയർ ഇൻവോൾവ്മെൻറ്റ് ആക്ട് അനുസരിച്ച്. കാരണം ഇവരുടെ ഇന്ന് ചാരിറ്റിക്ക് വേണ്ടി പണം വാങ്ങിയിട്ട് ഈ പണം ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ പലയിടത്തും പ്രോപ്പർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാരണം ഇവരെ കബളിപ്പിച്ചു എന്നാണ് ഇത് പറയുന്നത്. കാരണം ഇവരെല്ലാം സ്വത്തുമെല്ലാം വിറ്റിട്ടാണ് അതിൻ്റെ പണം മുഴുവനും GFIക്ക് കൊടുത്തു. ഈ പണം മുഴുവനും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഈ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കറിയണം. കാരണം ഇവർക്ക് ഇൻഫർമേഷൻസ് ഒന്നുമില്ല. എവിടൊക്കെയാണ് ഈ ലാൻഡ് ഉള്ളത്, എവിടൊക്കെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്, ഇന്ത്യയിൽ എവിടൊക്കെയാണുള്ളത്. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരെന്നെ ഈ ജോലി ചെയ്യിപ്പി. അവരെനിക്ക് 10 ലക്ഷം രൂപ അന്ന് ട്രാൻസ്ഫർ ചെയ്ത് 2013. കാരണം എൻ്റെ പ്രൊഫഷണൽ വർക്കിന് എല്ലാം വൈറ്റായിട്ട് ബാങ്കിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കയറുന്നത്, ഈ ഗോസ്പൽ ഫോർ ഏഷ്യക്കകത്ത്. അപ്പം അന്ന് മനസ്സിലാക്കിയ ഒരു പോയിൻ്റുണ്ട്. അപ്പം ഈ സാധനങ്ങൾ ഏകദേശം 1000-1500ഓളം RTI ആണ് പലയിടത്തും ഫയൽ ചെയ്ത്. ഏകദേശം 10ഓളം പേരുള്ള ടീമിനെ വെച്ചാണ് ഇത് ഇന്ത്യ മുഴുവനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. ഇതിൻ്റെ മുഴുവനും ഡേറ്റയും ഡീറ്റെയിൽസും എല്ലാം എടുത്തത്. പലർക്കും ധാരണയുണ്ട് ഈ KP യോഹന്നാൻ്റെ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത് തിരുവല്ലയിലും കേരളം. തെറ്റാണ്. KP യോഹന്നാൻ്റെ അവസാനം ഗവൺമെൻറ് വെരിഫൈ ചെയ്ത് സർവേ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 14,800 കോടി രൂപയുടെ ലാൻഡ് ഇയാളുടെ സ്ഥാപനങ്ങൾക്കുണ്ട്. ഇയാളുടെ പല ട്രസ്റ്റ് 14,800 കോടി. ഏറ്റവും കൂടുതൽ ഡൽഹിയിലും മുംബൈ, ഇന്ത്യയുടെ ഏത് നഗരങ്ങളെടുത്താലും സിറ്റിയുടെ പ്രധാന ഭാഗത്ത് കാണുന്ന ലാൻഡുകൾ ഇയാളുടേതാണ്. ഇപ്പം കൽക്കട്ട എടുക്കുക. ഇപ്പോൾ ഈ കൽക്കട്ട ലാൻഡ് എനിക്കറിയാം. നമ്മൾ ഡൽഹി എടുക്കുക, ഗുഡ്ഗാവിൽ 56 ഏക്കർ എന്ന് പറയുന്നത് ആ ഗുഡ്ഗാവ്, അതായത് ഇപ്പം വിളിക്കുന്ന ഗുരുഗ്രാം എന്ന് പറയുന്ന ആ സിറ്റിയുടെ നടുക്കാണ് ഈ ലാൻഡ് ഉള്ളത്. അപ്പം ഇപ്പോഴൊക്കെ അത് വിൽക്കുവാണെങ്കിൽ, ഞാൻ അന്നത്തെ കാര്യമാണ് പറഞ്ഞു, ഇപ്പോഴത് വിൽക്കുവാണെങ്കിൽ എത്ര കോടി, ഏകദേശം 20,000 കോടിക്ക് മുകളിലോട്ട് പോയിട്ടുണ്ട് ഈ സംഭവം. അത്രമാത്രം പ്രോപ്പർട്ടിയാണ് ഇയാൾ ഇന്ത്യ മുഴുവനും വാരിക്കൂട്ടിയത്. അപ്പം ഇത് അവരെ ചീറ്റ് ചെയ്തു. അമേരിക്കയിലുള്ള സായിപ്പന്മാരെ ചീറ്റ് ചെയ്ത് അവർക്കറിയണം ഈ പണം എങ്ങോട്ടാണ് ഇയാൾ ഇട്ടത്. അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇയാളുടെ അകത്ത് PR ചെയ്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് ലിറ്ററലി ഒരു സ്റ്റിങ് ഓപ്പറേഷനാണ് ഞാൻ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ നടത്തിയത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ടെക്സാസ് കോടതിയിൽ KP യോഹന്നാനെതിരെ വിധിയുണ്ടായിട്ട് 240 കോടി രൂപ അയാൾ തിരികെ കൊടുക്കേണ്ടി വന്നു. ഉണ്ടായ തമാശ മറ്റൊരു സംഭവം, ഒരു ഐറണി പറയാം. എന്താണ് അവർക്ക് സംശയം തോന്നാനുണ്ടായ കാരണം? ബേസിക്കലി അമേരിക്കയിൽ നിന്നല്ല ഇങ്ങോട്ട് പണം വരുന്നത് ഇന്ത്യയിലോട്ട്. ഇയാൾ മറ്റൊരു പരിപാടി ചെയ്തു. അതായത് ബിൽസ് പോയിന്റിൽ കാണുന്ന 600 ഏക്കർ ക്യാമ്പസ് പണം വാങ്ങാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും 140 കോടിയോളം രൂപ അമേരിക്കയിലോട്ട് അയക്കുന്നു. അപ്പം ഇയാൾ പറഞ്ഞ ന്യായീകരണം എന്ന് പറയും, യോഹന്നാൻ പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും അവരുടെ സഭ കളക്ട് ചെയ്തതാണ്. ഇന്ത്യയിൽ 30 ലക്ഷം ആളുകളുള്ള ചർച്ചാണെന്ന് ഇത് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ മനസ്സിലായിക്കൊണ്ട് എന്തൊക്കെ കള്ളത്തരങ്ങളും കപടതകളും പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ തുടക്കകാലത്ത് നല്ലയാളായിരുന്നു, ഏതൊക്കെ രീതിയിലാണ് മാറിയത്. അവസാന സ്ഥാനം കിട്ടുവാൻ വേണ്ടി സ്വന്തമായിട്ട് ബിഷപ്പായി. അതാ ഇപ്പോഴീ മലയാള പത്രങ്ങൾ ഇത് കാലം ചെയ്തു, അതാണ് കാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ചാരിറ്റിയുടെ തട്ടിപ്പാശാനായിരുന്നു KP യോഹന്നാൻ. തെളിവുൾപ്പെടെയാണ് ഞാനിത് പുറത്തു കൊണ്ടുവന്നത്. അതിൻ്റെ പേരിലാണ് അമേരിക്കൻ കോടതി ഇയാളെ ശിക്ഷിച്ചത്. ഞാൻ കൊണ്ടുവന്ന റിപ്പോർട്ടിൻ്റെ പേരിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഇയാൾക്കെതിരെയുള്ള 3 FCRA സസ്പെൻഡ് ചെയ്യുന്നത്.
ഇത് പണം, ലാവിഷ് പണമില്ലയോ, പണം ഒഴുക്കുകയാണ്. ഇവിടുത്തെ ഏത് പൊളിറ്റീഷ്യനാണ് ഇയാൾ പണം കൊടുക്കുക? BJPക്ക് ഇഷ്ടംപോലെ പണം കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ചാരിറ്റി എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ കാനഡയിൽ കേസുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ കേസുണ്ട്, മറ്റ് പലയിടത്തും കേസുകൾ വളരെ ദൃഢമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ അമേരിക്ക എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ KP ഒന്നാൻ്റെ ഈ ട്രസ്റ്റിൻ്റെ വരവിൻ്റെ പണം വളരെയധികം ചുരുങ്ങി. അപ്പോൾ അവിടെ ഗ്രേസ് ചർച്ചിൽ ഒരു പാസ്റ്ററുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. കാരണം ഇവർക്ക് ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നയാൾ ഈ ബോർഡിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന അതേപോലെ ഡേവിഡ് കാരൽ, ഇദ്ദേഹത്തിൻ്റെ കൂടെ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ചീഫ് സ്പോക്സ് പേഴ്സൺ ആയിരുന്നു, അവരുടെ CEO പോലെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ട് ഈ മനുഷ്യൻ കബളിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ്റെ നിമിത്തം ഈ കള്ളപ്പണം വാങ്ങി ഉണ്ടാക്കിയ ക്യാമ്പസ്, വിൽസ് പോയിന്റിലുള്ള ക്യാമ്പസിൻ്റെ അവിടെ വെച്ച് തന്നെയാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായി അദ്ദേഹം മരിക്കുന്നത്. ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു മനുഷ്യൻ എവിടം വരെയാണ് ഉയർന്നത്. വളരെ ഒരു സാധാരണ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് കയറി വന്നിട്ട് ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടന്നു കഴിയുമ്പോൾ 6000 കോടി രൂപയാണ് പിടിച്ചെടുത്തേക്കുന്നത്. കാരണം ഇയാൾ എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്ത് പണം കൊടുത്ത് എല്ലാ കേസുകളും മുക്കുന്ന കാര്യത്തിൽ വളരെ മുമ്പിലാണ്. അപ്പം എനിക്കെതിരെ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ പലയിടത്തും അപ്പം ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഈ കേസ് ഫൈറ്റ് ചെയ്തത്. പലയിടത്തും ഫൈറ്റ് ചെയ്യാൻ കാരണം എൻ്റെ കയ്യിൽ മുഴുവൻ എവിഡൻസ് ഉണ്ട് ഇയാളെ പറ്റി. ഇയാൾ ഏത് കോടതിയാണ് പറയുന്നത് ഇയാൾ തെറ്റുകാരനല്ലെന്ന്? എല്ലാ തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ കേസ് വിജയിക്കുന്നത്. ഞാൻ അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തിയെപ്പറ്റി ഒന്നുമല്ല പറയുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്.